കുണ്ട്രയിലെ MLA സ്ഥാനാർത്ഥിയായിട്ടുള്ള PC വിശ്വനാഥ്, നീ 2 ദിവസം കൃത്യമായി പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ഓടിയെത്തി കഴിഞ്ഞോ? ഇന്നിപ്പോ ഈ ഈസ്റ്റർ ദിവസം ആയതുകൊണ്ട് ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച ആളുകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. എല്ലായിടത്തു നിന്നും നല്ല പ്രതികരണമാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ എനർജി, സത്യം പറഞ്ഞാൽ ഈ പൊരുവയലത്ത് നമ്മൾ ഒന്ന് ക്ഷീണിക്കേണ്ടതാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജം കിട്ടുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം. സ്ഥാനാർത്ഥി കേന്ദ്രീകരിച്ച് ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ആക്രമണമുള്ളൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇതേവരെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള 2 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളും 5 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ആ ദുരിതം അവസാനിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വിവിധ വിഭാഗം, ഇവിടുത്തെ കശുവണ്ടി വ്യവസായം, നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിലെ ചർച്ചയാണ്. തൊഴിലില്ലായ്മ, ഇവിടെ PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ജോലി കിട്ടാത്തത് തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമാകും. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രതിനിധിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയാൽ കിട്ടേണ്ട വോട്ടും കൂടി ഇല്ലാതാകും എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം മുൻ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആണ് സ്വന്തം പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ MLA ആയിരുന്ന ചെങ്ങന്നൂരിൽ എൻ്റെ സമയത്ത് കൊണ്ടുവന്ന പാലം, ഇപ്പോൾ ഈ ഇലക്ഷൻ 1 മാസം മുമ്പാണ് സിവിൽ സർവീസ് അക്കാഡമി ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഞാൻ തറക്കല്ലിടിയിച്ച് ചെങ്ങന്നൂരിൽ കൊണ്ടുവന്നതാണ്. അത് സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടുത്തെ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു, ഞാൻ പോവുകയും ചെയ്തു. മുഹമ്മദ് റിയാസ് വന്നു. അപ്പം പാലങ്ങൾ പലതും എൻ്റെ സമയത്ത് കൊണ്ടുവന്നത് പിന്നീട് ഉദ്ഘാടനം ചെയ്തു. കോടതി കോംപ്ലക്സ് എൻ്റെ സമയത്ത് വന്നതാണ്. G. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ചതാണ്. അത് പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു. എന്നെ ചുമതല ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇപ്പോൾ റെയിൽവേ മേൽപ്പാലം, ഞാൻ MLA ആയതിനു ശേഷമല്ലേ അതിന് 43 കോടിയുടെ പുതുക്കിയ ഭരണാനുമതി കിട്ടിയത്. നിങ്ങൾക്കല്ലാതെ തന്നെ വോട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ വ്യക്തി അധിക്ഷേപത്തിന് പോകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. എനിക്കല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പോയിട്ട് SL സജികുമാറിനെതിരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരെയോ അധിക്ഷേപം പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവിധ വിജയാശംസകളും. ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.